ഹായ്, എല്ലാവർക്കും അമ്മൂസ് അനൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഒരു കുപ്പിയിൽ ഞാൻ മുളകും ചെടി നടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു വാടി നിൽക്കുന്ന ചെടിയാണ്, അത് നമുക്ക് നന്നാക്കി എടുക്കാം. ഞാൻ 2 അങ്ങനെ ഓൾറെഡി ചെയ്തിട്ട് നന്നായി വന്നിട്ടുണ്ട് ചെടികൾ. അപ്പോൾ അത് വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ ഇടുന്നതാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം കുപ്പീൻ്റെ അടിഭാഗം അങ്ങനെ മുറിക്കുക. ആദ്യം ബ്ലേഡും കൊണ്ടൊന്നിങ്ങനെ വരഞ്ഞിട്ട് പിന്നെ കത്രിക കൊണ്ട് മുറിച്ചെടുത്താൽ മതി. ഇതാ റെഡി. അടപ്പിൽ ഞാൻ അടപ്പ് തുറക്കാതെ ഞാൻ 3 തോളയൊക്കെ 4-5 തോള ഇട്ടിറക്കുകയാണ് ചെറുത്. കാരണം വെള്ളം കുറച്ചൊക്കെ ഒഴുകിപ്പോവും വേണമെന്നാൽ നമ്മൾ ഇടുന്ന വളം പോകാനും പാടില്ല. അതാ മിക്സിങ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് 2 ദിവസം മുമ്പ്. അതിൽ ഞാൻ ചേർക്കുന്നത് ചകിരിച്ചോറ്. ഞാൻ വീട്ടിലുണ്ടാക്കണ ചകിരിച്ചോറാണ്, ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അതിന് ഓരോ പ്രോസസ്സൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം ഒരു വീഡിയോയിൽ. പിന്നെ പേപ്പർ ചെറുതായി കഷ്ണം മുറിച്ചതാണ്, അത് നൈട്രജൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കരിയില ഉണക്കി പൊടിച്ചതാണ്. കൈയും കൊണ്ട് വെറുതെ അങ്ങോട്ട് ഇതാക്കിയിട്ടാൽ മതി. ശീമക്കൊന്നയില, വിരേൻ്റെ നിമാവരയുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിത്തോല് അങ്ങനത്തെ എല്ലാം ഇടുന്നുണ്ട് ഞാൻ. പിന്നെ ആട്ടുംകാട്ടിട്ടുണ്ട്, മുട്ട തോട് ഉണക്കി പൊടിച്ചത് ഇടുന്നുണ്ട്. ഓൾറെഡി ഞാനിതെല്ലാം മിക്സാക്കിയതാണ്, അതുകൊണ്ടാണ് 2 ദിവസം മുമ്പ് മിക്സാക്കിയാലാണ് അത് ഒന്ന് ലെവലായി കിട്ടുള്ളൂ നിറയ്ക്കാനാകുമ്പോഴേക്കും. പിന്നെ ഞാൻ മണ്ണ് ചേർത്തുന്നത് ഈ ചരൽ നിറഞ്ഞ മണലുണ്ടല്ലോ അങ്ങനെ ഒഴുകി വരുന്നത്, അങ്ങനത്തെയാണ് ചേർത്തുന്നത്. അത് വളരെ കുറച്ചെടുത്തിട്ടുള്ളൂ, കാരണം കുപ്പിയിലാവുകൊണ്ട് നമുക്ക് വെയിറ്റ് കൂടാൻ പാടില്ലല്ലോ, തൂക്കിയിടേണ്ടതല്ലേ. അതുകൊണ്ട് ആട്ടുംകാട്ടൊക്കെ ഞാൻ നല്ല കൈ കൊണ്ട് പൊടിച്ചിട്ടാണ് ഇട്ടുന്നത്. ഇനി നല്ലോണം ഒന്ന് മിക്സാക്കുക. ഞാൻ ഓൾറെഡി നല്ല മിക്സാക്കി അടിപൊളിയാക്കി വെച്ചതാണ്. മുട്ടത്തോടൊക്കെ ഞാൻ നല്ലോണം ചേർത്തിട്ടുണ്ട്. കാൽസ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചേർക്കണത്. പിന്നെ ഞാൻ ചേർക്കണത് വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ജൈവ വളം ഒക്കെ ചേർന്നൊരു മിക്സിങ്ങാണ്, അത് ഞാൻ ചേർത്തിട്ടുണ്ട്. കുപ്പിയിൽ നടുമ്പോൾ നമുക്ക് ആകെ കുറച്ചല്ലേ മിക്സിങ് വേണ്ടുള്ളൂ, പോട്ടിംഗ് മിക്സ്ചർ വേണ്ടുള്ളൂ. അപ്പോൾ അതിൽ അത്രയും വേണ്ടുള്ളൂ, ഒരു പിടി, ചെറിയൊരു പിടി. ഇനി നമുക്ക് നിറയ്ക്കാം. ഞാനിത് ആ കുപ്പീൻ്റെ അറ്റത്ത് 3 തോളയൊക്കെ ഇട്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് കാണിക്കാൻ വേണ്ടി മാത്രം കെട്ടി വെച്ചതാണ്. ഞാൻ പ്ലാസ്റ്റിക് കയറും കൊണ്ടാണ് കെട്ടി വയ്ക്കാൻ പോണത്. കുറച്ച് കഴിഞ്ഞാൽ അത് കനം തൂങ്ങിയാൽ പൊട്ടില്ലേ, അതിന് പൊട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ പ്ലാസ്റ്റിക് കയറും കൊണ്ട് തന്നെ നമ്മൾ കെട്ടണം. കെട്ടണതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾക്ക് ഓരോ ഐഡിയകൾ ഉണ്ടാവുമല്ലോ, ഓരോരുത്തർക്കും ഓരോ ഐഡിയകൾ ഉണ്ടാവും. ആ ഐഡിയകളെ അനുസരിച്ചിട്ടാണ് അത് കെട്ടേണ്ടത്. ഞാൻ ഇപ്പോൾ പകുതിയോളമൊക്കെ നിറച്ചാൽ മതി. ഇനി ചെടി വെച്ചിട്ട് ഒന്നും കൂടിയും മണ്ണിടുമ്പോഴേക്കും, മിക്സിങ് ഇടുമ്പോഴേക്കും അതൊന്ന് ലെവലായി കിട്ടും. പിന്നെ ചെടി വളരുന്നതിനനുസരിച്ച് നമുക്ക് ഇടാമല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞ വാടിയ ചെടി. നമുക്ക് 2 ദിവസത്തിൻ്റെ ഉള്ളിൽ നന്നാക്കി എടുക്കാൻ പറ്റും. ഇതിൽ പിന്നെ വെള്ളം നമ്മൾ കുത്തനെ ഒഴിക്കാൻ പാടില്ല, അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഒന്ന് കൈയും കൊണ്ട് ജസ്റ്റ് ഒന്ന് തെളിച്ച് കൊടുത്താൽ മാത്രം മതി. ഞാൻ 2 കുപ്പിയിൽ ഇങ്ങനെ 2 തക്കാളി തൈ, നല്ല സ്ട്രോങ് ആയ തക്കാളി തൈകളായിരുന്നു. അതിങ്ങനെ തലകീഴായി വെച്ചിട്ട് അത് ശരിയായി വന്നില്ല. അപ്പോൾ ഭയങ്കര വിഷമമായി. എന്നാലും ഞാൻ തോറ്റു കൊടുക്കില്ല എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് അടിപൊളിയായി വന്നു. അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അല്ലാതെ എനിക്കതിൽ വലിയ അറിവൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ മുട്ടത്തോട് ഫൈനായി പൊടിക്കുന്നില്ല, കാരണം കാൽസ്യം കൂടുതലായാലും പ്രശ്നം. അത് ചെടി വളരുന്നതിനനുസരിച്ച് മെല്ലെ ഇറങ്ങി കിട്ടിയാൽ മതി. പിന്നെ ഈ ചെറിയ ഒച്ചിൻ്റെ ശല്യം നല്ലോണം ഉണ്ട്. നമുക്ക് കെട്ടിത്തൂക്കാം. ഈ ചെറിയ ഒച്ചിനൊക്കെ ഈ മുട്ടേൻ്റെ തോടിൻ്റെ വക്കൊക്കെ തട്ടിയാൽ പിന്നെ അത് വരില്ല എന്നാണ്. എപ്സം സാൾട്ടൊക്കെ ഇടാം, പക്ഷെ അത് ചെടി ഇത്തിരി വലുതായാലല്ലേ പറ്റുള്ളൂ, പൂവിടാനാവുമ്പോഴൊക്കെ പറ്റുള്ളൂ. ഇത് നമുക്ക് അടിപൊളിയാക്കി എടുക്കാം, ഞാൻ കാണിച്ചു തരാം. ഞാൻ അങ്ങനെ നന്നാക്കി എടുത്ത 2 ചെടികൾ നമുക്ക് പൈപ്പിലോ എല്ലായിടത്തൊക്കെ കെട്ടിത്തൂക്കാം. അതിൻ്റെ അടപ്പ് നമ്മൾ ആ മുറിച്ച ഭാഗം ഉണ്ടല്ലോ, അതിലിങ്ങനെ വട്ടത്തിൽ നടുവിൽ മുറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ മുറിച്ചെടുത്തു. എന്നിട്ട് ഇങ്ങനെ ഒരു ഷെൽട്ടർ പോലെ വെച്ചിട്ടുണ്ട്. ഇത്തിരി ഒന്ന് നന്നായി കിട്ടണ വരെ നമ്മൾ നല്ലോണം നോക്കണം. അതിങ്ങനെ വെച്ചു.
ഇനി അത് വളരുന്നതിനനുസരിച്ചിട്ട് ആ ഓട്ടയിൽ കൂടെ അങ്ങോട്ട് മേലേക്ക് കയറ്റി വിട്ടാൽ മതി. ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്. എല്ലാവരും വീഡിയോ കാണുക. അടുത്ത വീഡിയോ കാണാം.